എല്ലാം എടുത്തു വെച്ചല്ലോ. നിങ്ങൾക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? നല്ല കാര്യം. ഈ 2 ദിവസം വരെ മാറുന്നത് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാ നിനക്ക് അറിയാവോ? സത്യം പറ, അബി അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ പോകുന്നത്? ഹേ, അബിയുടെ ശല്യമൊന്നും ഒന്നും അല്ലടി. മാത്രമല്ല, എത്ര ദിവസം ഇറങ്ങിയിട്ടു ഒരുപാട് ദിവസം ഇവിടെ നിന്നാലും ബോറടിക്കും. നിനക്കാണെങ്കിൽ ലീവും എക്സ്റ്റെൻഡ് ചെയ്യണ്ടേ? നിങ്ങൾ പോകുമ്പോഴാണ് എനിക്ക് ബോറടിക്കുന്നത്. നിനക്ക് അത്ര ബോറാണെങ്കിൽ എൻ്റെ ബുട്ടിക്കിലേക്ക് വാ, നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം. അതെ, എൻ്റെ ഡിവോഴ്സ് ഒന്നും കിട്ടിക്കോട്ടെ, നമുക്ക് അടിച്ച് പൊളിക്കാം. അല്ലടി, ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു, നിങ്ങൾ ലവ് മാരേജ് അല്ലായിരുന്നോ? എന്താ നിങ്ങളുടെ ഉള്ള പ്രശ്നം? എടി, ഞാൻ സ്നേഹിച്ചിരുന്നപ്പോൾ ആളെ അല്ല അബി. ആളാകെ മാറി, ഒരുപാട് മാറി. ഒരു സ്നേഹവും ഇല്ല, ഒരു കെയറിങ് ഇല്ല, പറയുന്ന മൊത്തം കള്ളത്തരങ്ങളാ. അവൻ്റെ കാര്യം മാത്രം, സെൽഫിഷ്. ഇതാണ് പറഞ്ഞത്, ഈ കാലത്ത് പ്രേമിക്കുമ്പം എല്ലാം നോക്കിയും കണ്ടൊക്കെ വേണമെന്ന്, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. അതെങ്ങനെയാടി? എനിക്ക് ചോദിച്ചു നോക്കാൻ പറ്റുമോ? ഇടി, അതിനല്ലേ ഡേറ്റിംഗ് ഉള്ളത്. ഓഫീസിൽ വെച്ചല്ലേ കണ്ടോണ്ടിരുന്നത്, ഞാൻ ഡേറ്റിംഗ്. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഈ ലിവിങ് ടുഗദർ പാർട്ണർഷിപ്പ് പോരെ, എന്തിനാണ് മാരേജ് എന്നുള്ള ബോണ്ടിലേക്കൊക്കെ പോയത്? ഞാനൊരു ആവറേജ് മലയാളി പെൺകുട്ടിയല്ലേ ഡി. എനിക്ക് ഈ ലിവിങ് ടുഗദർ സെറ്റപ്പ് ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ അച്ഛൻ നിനക്ക് അറിയാലോ, അച്ഛൻ അറിഞ്ഞ് എന്നെ തല്ലി കൊല്ലും. അങ്ങനെയാണെങ്കിൽ നീ ഡിവോഴ്സ് വരുന്ന അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇപ്പം അതേ പറ്റുള്ളൂ. നിങ്ങൾ ഇനി എന്നാ വരാ? ഞങ്ങളിതാ ഇതുപോലെ നിനക്ക് സർപ്രൈസ് ആയിട്ട് ഇനി ഒരു ദിവസം വരും പോരെ. എന്നാ ഞങ്ങൾ ഇവിടെ മിസ്റ്റർ അഭിഷേക് മിസ്റ്റർ, ഞങ്ങൾ ഇറങ്ങുവാണേ. അയ്യോ, ഇറങ്ങാൻ പോവാന്നോ? 2-3 ദിവസം കൂടെ ഇവിടെ നിൽക്കാറില്ല. അതിനെന്താ, 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരാം അല്ലേ? ഇനി പടിയാണം ചവിട്ടിപ്പോയാ ഒന്നുള്ള ഞാൻ പോണ പോക്കിന് പോക്കണം. അയ്യോടാ, ഇവളും കൂടെ ഇല്ല റെന്റിന്റെ പകുതി കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ പോകും, ഇഷ്ടമുള്ളപ്പോ വരും. കാണാം. അല്ല ചേട്ടൻ എന്നും ഇങ്ങനെ വണ്ടി ഇങ്ങനെ തുടയ്ക്കോ? ഞാൻ ഈ സമയം കിട്ടുമ്പോ തുടങ്ങി. ചേട്ടന്റെ തുടപ്പ് വേണം, നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ ജോലി പോയാലും ഇതുകൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോവാലോ. എന്നെ കൊണ്ട് തുടക്കാതെ പോകാൻ നോക്കുമ്പോ പാടി. ഇന്നത്തെ സംസാരത്തിലൊന്നും ശരിയാവില്ല. കൊച്ചേട്ടാ, ഞങ്ങളെ ജംഗ്ഷൻ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? അയ്യാ, അല്ലെ പെട്രോൾ കയറിപ്പടി. നീ ആണ് സംസാരിക്കുമ്പോ നിന്റെ വിലയാണ് പോകുന്നത്. അയ്യോ, എന്തോ എനിക്ക് സന്തോഷായി. ഇന്നത്തെ പ്രയോഗം കേട്ടോണ്ട് 2 എണ്ണം കൂടെ കണ്ട കെട്ടിയും പറഞ്ഞ പഠിച്ചിട്ട് പോകണ്ട. ഒരു കുന്തോ അല്ല, അവർക്ക് പോയിട്ടേ വേറെ പണിയുണ്ട്. അല്ല, നിന്നെ പേടിച്ചിട്ടൊന്നും അല്ല. എന്തായാലും ഇന്നലെ രാത്രി 3 എണ്ണം പേടിച്ചല്ലോ. എനിക്കത് ആര് പറഞ്ഞു പേടിച്ചെന്നു? പേടിച്ചിട്ടൊന്നുമില്ല. അതെ, അപ്പു ഉണ്ടല്ലോ അവിടെ കൂടെ ഉണ്ടായിരുന്നേ, അവള് കരോട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. കരോട്ടയല്ല, കരാട്ടെ. അതെ തന്നെ. അവള് ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിൽ എനിക്ക് കുന്തോ ഞാനേ പണ്ടത്തെ കളരി അറിയാവോ? 18 തടവും ഞാൻ പഠിച്ചിട്ട് അയക്കുന്നത്. 18 തടവ് ഓട്ടോ ആയിരിക്കും. കൂടുതലാക്കല്ലേ, നീ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്ക് കേട്ടോ. അന്വേഷിച്ചത് തന്നെ. നിന്റെ അമ്മ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ ഏതോ ഒരു പയ്യനെ പേടിച്ച് സ്കൂളിൽ പോവാത്തതും പനി വന്നതും അമ്മയുടെ അച്ഛൻ്റെയും കൈയും കാലും പിടിച്ച് സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ചോണ്ട് പോയതല്ല. അത് പിന്നെ എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അവൻ എന്തെങ്കിലും പിന്നെ പറ്റണമായിരുന്നു. പിന്നെ എന്റെ പേരൻസ് പറഞ്ഞു അത് അങ്ങനത്തേക്കുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ല, എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നും അല്ല. തള്ളുമ്പോഴേ കുറച്ച് തള്ളു, കാറോട് അങ്ങ് പോകും. ഞാൻ തള്ളിയതല്ല, നീ വേണേ അന്വേഷിച്ചോടി എന്റെ സ്കൂളിൽ പോയിട്ട്. അവിടുത്തെ ടെററായിരുന്നു, അറിയാം നിനക്ക്? ടയറായിരിക്കും. നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കേട്ടാ. എനിക്ക് ജോലിക്ക് വേണേ സമയം. നിന്നെ കാര്യം ഇപ്പൊ മനസ്സിലായി ആരാണ്ടെന്ന്. ഓർക്കാപ്പുറത്താണ്ട. പിന്നെ നീ അത്രക്കാ ഇല്ലടി അവിടെ. അതെ, നീ ഇന്നലെ ആ ജനൽ പിടിച്ച് അടച്ചില്ലേ? അപ്പൊ എന്റെ റൂമിലെ ജനലിന്റെ ചില്ല് പൊട്ടിയായിരുന്നു, അതൊന്ന് മാറ്റിയിട്ട് തരണം. ജനലിന്റെ ചില്ല ഞാൻ പിടിച്ചടച്ചൊന്നുമില്ല. നീ പിടിച്ചടച്ചു. നീ പിടിച്ചടച്ചായിരുന്നു. ഇപ്പഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ പിടിച്ചടച്ചൊന്നുമില്ല, പോയെന്ന പാട്ടിന്. പിന്നെ നീ
നീ തന്നെ പിടിച്ചടച്ചത്. എനിക്ക് ആ റൂമിനകത്ത് കിടക്കാനൊന്നും പറ്റൂല. ഒന്നെങ്കിൽ നിന്റെ റൂം എനിക്ക് തരണം, അല്ലെങ്കിൽ ചില്ല് ശരിയാക്കി തരണം. എന്തോ ആ എന്റെ റൂമിൽ പിന്നാടാ ഇപ്പൊ കിടത്താ ഞാൻ എന്റെ റൂമിൽ. പിന്നെ ഞാൻ ഇങ്ങനെ കിടക്കും. നീ ആ ചില്ലിന്റെ പുറത്തൊന്നല്ലോ കയറി കിടക്കുന്നത്, ബെഡിലല്ലേ കിടക്കുന്നത്. അതൊരു കുഴപ്പമില്ല ചില്ല് പൊട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് കുഴപ്പമുണ്ട്. ഒന്നില്ലെങ്കിൽ നിന്റെ റൂം എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ ഗ്ലാസ് ശരിയാക്കി തരണം. എടി ഞാൻ ഇന്നലെ ആ ഗ്ലാസ് പതുക്കെ പിടിച്ചടിച്ചാൽ അത് പൊട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. ഇനി നീ അത് പൊട്ടിച്ചിട്ട് എന്റെ തന്നെ കൊണ്ടാക്കാൻ നോക്കല്ലേ മോളെ. തോന്നുന്ന കാണിച്ചിട്ട് പോക്കറ്റ് പറയുന്നു. അപ്പൊ ആള് കൊള്ളാല്ല. എന്ത് ദേവിയേതാ വാ എന്ന് തുറക്കാതിരിക്കോ? ആരെങ്കിലും വിളിച്ചൊന്ന് ശരിയാക്ക്. അതെ നിക്കവിടെ. അങ്ങനെ ആരെങ്കിലും വിളിച്ച് ശരിയാക്കാനൊന്നും പറ്റൂല. നീയാണ് പൊട്ടിച്ചപ്പോ നീ എന്നെ ശരിയാക്കി തരണം. അത് ചെയ്തപ്പോ ആലോചിക്കണമായിരുന്നു. നീ ഒന്ന് വെയിറ്റ് ചെയ്യൂ. നീ ഇല്ല, ഒരു നിമിഷം പോലെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ നീ ഒന്ന് വെയിറ്റ് ചെയ്യും. എനിക്ക് അവധിയുള്ളൊരു ദിവസം ഞാൻ ഏതെങ്കിലും മണകുണാഞ്ഞനെ പിടിച്ച് ഞാൻ ശരിയാക്കി തരാം. പോരെ? അങ്ങനെ നിന്റെ സമയത്തിനും സൗകര്യത്തിനും പറ്റത്തില്ല. എനിക്ക് ഇന്ന് തന്നെ ശരിയാക്കി തരണം. ഗ്ലാസ് അല്ലേ പൊട്ടിയത്, അതിന് നീ ഇത്ര വലിയ ആഗോള പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. എനിക്ക് ഇന്ന് തന്നെ ശരിയാക്കി തരണം. ശരിയാക്കി തരാന്നല്ലേ പറഞ്ഞത്. ഞാൻ വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ശരിയാക്കി തരും. എനിക്ക് നിന്നെ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസം വരാൻ ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തു. എഗ്രിമെന്റ് സൈൻ ചെയ്താലേ നീ പറയാതെ ഞാനാണ് ചെയ്യിപ്പിച്ചത്. പറ്റൂല. പിന്നെ മോക്ക് എന്താ വേണം? നീ നിന്റെ വാ കൊണ്ട് തന്നെ പറയണം. അത് ഞാൻ വീഡിയോ എടുക്കും. നീ നിന്റെ വാ കൊണ്ട് പറയും, ഞാൻ വീഡിയോ എടുക്കും. ഞാൻ ചെയ്തത് പറ്റൂല്ലേ? പറഞ്ഞോ. നമസ്കാരം, ഞാൻ അഭിഷേക്. ഞാൻ ഈ മഹിത താമസിക്കുന്ന റൂമിൽ ഒരു ചില്ല് എൻ്റെ കൈ കൊണ്ട് അറിയാതൊന്ന് പൊട്ടിപ്പോയി. അപ്പം ഞാനത് ശരിയാക്കി തരാം കേട്ടോ. ശരിയാക്കാൻ വേണ്ടി ആളെ ഞാൻ കൊണ്ടുവന്ന് ഞാൻ ശരിയാക്കി തരാം. നീ കാലി മാറരുത്. ഏത് സമയത്ത് തോന്നിയാ അത് പൊട്ടിക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഞാൻ ചില്ല് പൊട്ടിയ കാര്യമല്ല പറഞ്ഞത്, നിന്നെ കെട്ടിയ കാര്യമടി. നിന്നെ കെട്ടിയ കൊണ്ട് ജീവിതമേ പൊട്ടി തകർന്നത്, പിന്നല്ലേ ഒരു നിസാര ചില്ല്. നീ കാണാനാണ് എന്റെ ജീവിതം തോന്നുന്നത്. കത്തിരടേ ചതിയന്മാരെ എവിടാ? ഞങ്ങളിവിടെ ടർസനം പോലെ ഉണ്ട്. ഓ വാ വാ വാ. ഇവിടെ അബി വിളിച്ചു. എന്തോന്നു? ചതിയന്മാരെന്ന്. ചതിയനെന്നാ? നീ എങ്ങനെ ഞാൻ ചതിച്ചോടെ? പോടേ, ഞാൻ ചതിച്ചൊന്നുമില്ല. ഇനി നീ എങ്ങനെ ചതിച്ചാ? ഞാൻ ചതിച്ചില്ല. പിന്നെ എനിക്കിവിടെ എന്നെ കാര്യം നോക്കാൻ സമയമില്ല. പിന്നെ ഞാൻ ചതിക്കാൻ പോകും. അളിയാ സുഖം തന്നെ. അളിയാന്നാ? മേലെ അളിയാന്ന് വിളിച്ചല്ലേ? എന്താ അളിയാ പ്രശ്നം? കയ്യറ മോൻ്റെ അളിയെ. എടേ നീയൊക്കെ ഞാൻ അത്രയും താടകന്മാർ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോ നീയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാടേ. അതിന് നീ എന്തിനാ ചക്രശ്വാസം വലിക്കാൻ പോയി? എന്താ നിന്റെ പ്രശ്നം? ചുമ്മാ കിടന്നെങ്കിൽ കാര്യം പറ. നീയൊക്കെ നടക്കുന്നതിന് എന്നെ കൂടെ പറ്റുന്നില്ലടേ. നീ എന്തിനു നടക്കണം? നിനക്ക് കാറില്ലേ? പിടിക്കാൻ പോടേ. എടാ ഇവന്റെ ഭാര്യ തന്നെയാണ് ഇപ്പൊ ഇവന്റെ മെയിൻ പ്രശ്നം. ഞാൻ അവളെ ഭാര്യ ഒന്നും പറയല്ലേ, അവളെന്റെ ഭാര്യ അല്ല. അല്ലെങ്കിൽ അല്ല. എടാ ആ 3 ഡൂക്കളി പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല ആണാണ് പറഞ്ഞിട്ട് എന്തിനാണ് നടക്കുന്നത്? നീ എന്നെ അങ്ങനെ കൊച്ചാക്കിയൊന്നും വേണ്ട. അവളന്മാരെ രാവിലെ കെട്ടിയടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടാ. ഓ മിടുക്കേ. ഇപ്പൊ ആ പ്രശ്നം തീർന്നില്ലേ? ഇനിയിപ്പോ എന്താണ് നിന്റെ പ്രശ്നം? ഇപ്പോഴത്തെ പ്രശ്നം ആശാരിയാണ്. ശാരിയാ? വീണ്ടും പെണ്ണ്? എടാ ശാരി അല്ലേടെ, ആശാരി, മരപ്പണിക്കാരെ. മരപ്പണിക്കാരെന്തിന്? ഞാനേ ഇന്നലെ അവളന്മാരോടുള്ള ദേഷ്യത്തിന് കുറച്ച് കടന്ന് കൈ പ്രയോഗിച്ചു. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ജനാലയൊക്കെ ഞാൻ പൊട്ടിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത് വാടക നല്ല വാടക വീടല്ലേ, നിനക്ക് ഭയങ്കര ദേഷ്യകളിയാ, കൺട്രോൾ ചെയ്തേ പറ്റും കേട്ടോ. എന്ത് ചെയ്യാനളിയാ? അവളന്മാരെ എന്തിനാ കാലവരെ തൂക്കി തറയടിച്ചാലേ. എന്നിട്ടടിച്ചാ? ഇല്ല, ആ സമയമായപ്പോഴത്തേക്ക് അമ്മ വിളിച്ചപ്പോൾ ഞാൻ കൂളായിട്ട്. അതുമല്ലേ നമ്മൾ തറവാട്ടി പെടുന്ന ആണുങ്ങളങ്ങനെ പെണ്ണുങ്ങളെ ഒന്നും ചെയ്യാൻ പാടില്ല. അത് വളരെ ശരിയാ, വളരെ ശരിയാ. പെണ്ണുങ്ങൾ നമ്മളെ തല്ലിയാലും നമ്മൾ ആണുങ്ങൾ തിരിച്ചെല്ലാം പാടില്ല. എനിക്ക് 2 കൊണ്ടാലും സഹിച്ചുകൊണ്ട് നിന്നേ കിട്ടും. എടാ പിന്നെ എടാ ഒരു ആശാരി ശരിയാക്കി തരാം. ഒരു ഹെൽപ്പ് ചെയ്താണ്, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതെ, സെറ്റ് ചെയ്യൂ. 24 മണിക്കൂറിനുള്ളിൽ നിന്നെ ആശാരി വിളിച്ചിരിക്കും. നമ്മളേറ്റല്ലേ? അപ്പം എന്നാലേ ഞാൻ ആ അഡ്വക്കേറ്റ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടാ. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാം. പണം മൊത്തം അങ്ങനെ കൊണ്ട് കൊടുക്കില്ലേ? ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പൈസ ഒന്നൊരു വിഷയമല്ലേ കേട്ടാ.
പോട്ടെ എന്നാ. പോയിട്ട് ജനിച്ചപ്പോൾ എൻ്റെ വക്കീലായിട്ട് വല്ല ജനിച്ചാൽ മതിയായിരുന്നു. ഒരു പണിക്കും പോവാതെ കറക്റ്റ് സമയത്ത് കാശും കിട്ടുമായിരുന്നു. നിനക്ക് ഡിവോഴ്സൊക്കെ കിട്ടൂടെ? അബി കുറെ നേരമായി വന്നിട്ട്. ആ കുറച്ച് സമയമായി. കുറെ നേരം ഇരിക്കുന്ന നല്ലതാ. ഇന്ന് എൻ്റെ ഒരു ക്ലയൻറ്റിന് ഡൈവോഴ്സ് കിട്ടി. അതിൻ്റെ ഒരു പാർട്ടി കഴിഞ്ഞപ്പോൾ അല്പം ഒന്നിട്ടായി. പറ എന്തുണ്ട് വിശേഷം? ഡിവോഴ്സ് ഒന്നും പിന്നെ കൊതിപ്പിക്കില്ല സാറേ. ഓരോ ദിവസം കഴിയുന്നതും ഞാൻ ഭ്രാന്തനായിക്കൊണ്ടിരിക്കുക. എന്ത് പറ്റിയെന്ന് ഇനി പറ്റലെന്തോ ഉള്ളത്? എൻ്റെ ജീവിതമേ തൊലഞ്ഞു പോയി. ഉഫ്, ഇത് എല്ലാം കൂടെ കേട്ടിട്ട് എങ്ങോട്ടും നാട് വിട്ട് പോകാനാ തോന്നുന്നത്. നാട് വിടരുത്. നാട് വിട്ടാൽ കേസ് പെൻഡിങ് വയ്ക്കും. പിന്നെ ആൾ വന്നില്ലെങ്കിൽ കേസ് ക്യാൻസലായി കളയും. പിന്നെ ഉള്ള കാലത്തോളം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. ഏത് സമയത്താണ് നമുക്ക് ദൈവം ഇങ്ങോട്ട് വന്നിട്ട് ബുദ്ധിമുട്ടാണ്. അല്ല അവളെ കെട്ടിയത്. ഒരു സെക്കൻഡ്. ബേബി വാങ്ങിച്ചോണ്ടോ. ഞാൻ ഇന്ന് നേരത്തെ തരാം. ഭക്ഷണം കഴിച്ചോ? ഓക്കെ ഓക്കെ ബൈ. ലവ് യു ബേബി. ആ അപ്പോൾ അബി നമ്മൾ ഇമോഷൻസിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. സാറേ എങ്ങനെ കൺട്രോൾ ചെയ്യും സാറേ? സാറൊന്നും ആലോചിച്ച് നോക്കും. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരു റൂമിൽ കിടന്നെങ്കിലും അതാണ് സാറേ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ ഒരു റൂമിലാണോ? ഞാൻ ഉദ്ദേശിച്ചത് ഒരു വീട്ടിൽ സാർ അങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട കൂടുതൽ. ഞാൻ വിട്ടു. ഇവിടെ മനുഷ്യന് തലയ്ക്ക് ചൂടെടുത്തോണ്ടിരിക്കുക. ചൂടുണ്ട്. ഇന്ന് 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുന്ന പത്രത്തിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഫാൻ നന്നായിട്ട് കറങ്ങുന്നില്ല. പഴയ ഫാന മാറ്റി. എൻ്റെ മുന്നിൽ വളിപ്പിടിക്കുക ഇങ്ങനെ തോന്നുന്നു. ബേബി നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കല്ലേ. മാറ്റോണ്ട് വരാം. അബി ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മനോനില വരെ തെറ്റിപ്പോഴത്തേ. തെറ്റിപ്പോയി സാറേ. 2 ദിവസം എൻ്റെ മനോനില ഫുള്ളായിട്ട് തെറ്റിപ്പോയി. ഇവളുടെ 2 കൂട്ടുകാരികൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവളുമാർ ഭയങ്കര പ്രശ്നം. ഒരു ദിവസം ഞാൻ രാവിലെ നോക്കുമ്പോഴത്തേക്ക് 3 വെള്ളം ഓടിച്ചോണ്ടിരിക്കും സാറേ. അത് ചോദിച്ചാൽ തന്നെ എന്നെ അടുത്ത് പിടിച്ച് തള്ളി. ഒരു കസേരയും കൂടെ പിടിച്ചിട്ട് അവരുടെ കൂടെ ഇരുന്നു അവിക്ക് അടിച്ചുകൂടായിരുന്നോ? ഞാൻ ചോദിച്ചതല്ല, അവൾമാരുടെ കൂടെ ഇരുന്ന് വെള്ളം അടിക്കാത്തതിനെ എന്നെ പിടിച്ച് തള്ളി താഴെട്ടത്. ഓ മൈ ഗോഡ്, അതൊക്കെ ഒരു വലിയ offense ആണ്. ആണേ. അവൾമാർക്ക് ഒരു പണി കൊടുക്കാൻ പറ്റുമോ? പറ്റും. എനിക്കതറിയാം. പക്ഷേ തെളിവ് വേണം. തെളിവില്ല. കോടതിക്ക് തെളിവുകളാണ് പ്രധാനം. തെളിവുണ്ടോ? തെളിവില്ല. ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇത്തരം സമാനമായ സംഭവങ്ങൾ ഇനി ഉണ്ടായാൽ തെളിവുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കണം, നശിപ്പിച്ച് കളയരുത്. ഉദാഹരണത്തിന് ചവിട്ടി കിട്ടിയ പാടാണുള്ളതെങ്കിൽ ആ പാട്, ഇനി അഥവാ വെട്ടാണ് കിട്ടുന്നെങ്കിൽ ആ പാട് നമ്മൾ നശിപ്പിച്ച് കളയരുത്, സൂക്ഷിച്ചു വെക്കണം. അല്ലെ വെട്ട് കിട്ടിയതിൻ്റെ പാടൊക്കെ ഇങ്ങനെ ശ്രമിക്കണം. ശ്രമിക്കാം. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അഭി വിട്ടോ. അല്ല അഭി എന്തെങ്കിലും മറന്നോ? അങ്ങനെ എന്തെങ്കിലും ഫീസല്ലേ? അഡ്ജസ്റ്റ് കുഴപ്പമില്ല. അഭി ധൈര്യമായിട്ട് വയ്ക്കോ. നീതി ദേവതയും ഈ ഞാനും അഭിയുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്താടാ വാട്സാപ്പില്? നീ കട്ട് ഞാൻ നോക്കാം. ശരി. സാറേ അവളെന്തോ ഒരു പണി എനിക്ക് ഒപ്പിച്ചിട്ടുണ്ട് സാറേ. ഒരു ദ്രോഹി. സാറേ സാറൊരു മുൻകൂർ ജാമ്യം എനിക്ക് വേണ്ടി റെഡി ആയിക്കോ. മിക്കവാറും എന്തെങ്കിലും സംഭവിക്കും. ഞാൻ അവളെ കൊല്ലും സാറേ. അഭി അക്രമൊന്നും കാണിക്കുന്നത് നാളെ കോടതി വരികയാണ്. ഇന്ന് ഞാൻ ശരിയാക്കും. ഹലോ, എനിക്കാവുന്നൊരു പ്രശ്നമില്ല. അക്കന് പറ്റുമെങ്കിലും മുൻകൂർ ജാമ്യം എടുത്തു വെക്ക്. അപ്പം എൻ്റെ മാനത്തിനൊരു വിലയില്ലേ വക്കീലെ? ആ വീഡിയോ എത്ര വരെ കണ്ടിട്ടുണ്ടായിരിക്കും? എൻ്റെ ഇമേജ് മൊത്തം പോയില്ലേ? എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. നാണം കെട്ടിങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ല ജയില് തന്നെയാണ് വക്കീലെ. എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ തീരുമാനിച്ച കാര്യമാ. സിനിമ ഡയലോഗ് പറയാതെ ഫോൺ കെട്ടിയിട്ട് പോകാൻ നോക്ക് വക്കീലെ. ഞാൻ പ്രതികാരം ചെയ്യട്ടെ. നേരത്തെ ഇല്ലെങ്കിലേ ഞാൻ ഇപ്പം പോവും.
അല്ല ഈ മോനെ ഈ അടുത്ത കാലത്തൊക്കെ സിനിമയിലല്ലോ അഭിനയിച്ചോ? ഇല്ല. അല്ല ഈ ഞാൻ ജംഗ്ഷനിൽ പോയപ്പോൾ അവിടെയുള്ള എല്ലാവരും പറയുന്നു മോൻ്റെ എന്തോക്കെ മൊബൈലിൽ വന്നിട്ടുണ്ടെന്ന്. അല്ല മോനെ ഞാൻ കണ്ടില്ല, മോൻ്റെ കയ്യിലുണ്ടോ അത്? അങ്കിളിനെ ഞാനത് പിന്നെ കാണിച്ചു തരാം. എനിക്ക് അകത്ത് ഒരാളടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ജംഗ്ഷനിലെ ഉദ്ദേശം എത്ര പേര് കണ്ടു കാണും? അതിപ്പോ ഒരുപാട് പേര് കണ്ടു കാണും. പിന്നെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല മോനെ, ഈ മോന് ഈ അഭിനയത്തിലൊക്കെ ഇത്രയും താല്പര്യം ഉണ്ടെന്നും എനിക്ക് അറിയണ്ട കേട്ടോ. ഇതിലെ നായകൻ മോനാണോ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ? നായകനും വില്ലനും ഞാൻ തന്നെ. പാട്ടൊക്കെ ഉണ്ടോ? പാട്ട് ഇല്ല, സ്റ്റണ്ടുണ്ട്. നടക്കും. അത് ശരി. അപ്പോഴേ മോനെ ഇനി മോൻ അഭിനയിക്കാൻ പോകുമ്പോൾ അങ്കിളിനെ കൂടെ കൊണ്ടുപോകണം. എനിക്ക് അഭിനയത്തിൽ ഭയങ്കര താല്പര്യമാണ്. എന്ന് വെച്ചാൽ ഈ സത്യൻ പണ്ട് ആറ്റുകാലാണ് താമസിക്കുന്നത്. മദ്രാസിൽ പോകുമ്പോഴേ എന്നെ കൂടെ കൂട്ടാതെ പോവില്ല. അപ്പം ഇനി മോൻ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകാം. പറ്റുമെങ്കിൽ ഒരു നല്ലൊരു വേഷം കൂടെ വാങ്ങിയിരുന്നു ഞാൻ അഭിനയിക്കും. അങ്കിളിന് ഈ വേഷം തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ. അയ്യോ മോനെ, ഈ വേഷം എന്ന് പറഞ്ഞതേ ഞാൻ ഇപ്പം ഇട്ടേക്കുന്ന ഈ ഷർട്ടും കൊണ്ടുമല്ല, സിനിമയിൽ അഭിനയിക്കാനുള്ള കഥാപാത്രം. അത് ഞാൻ അങ്കിളിനെ ഒരെണ്ണം ഒപ്പിച്ചുതരാം. അങ്കിൾ ഇപ്പോഴേ ഞാൻ പോട്ടെ, കുറച്ച് അത്യാവശ്യം. അല്ല മോനെ, മഹിമോള് വന്നില്ലേ? അവള് വരും അങ്കിൾ, ഇപ്പൊ വരും. അല്ല മറ്റേ പെമ്പിള്ളേരൊക്കെ പോയോ? അവര് രാവിലെ തന്നെ പോയി. പോയപ്പോ എനിക്കൊരു നല്ല മുട്ട പണിയും തന്നിട്ടാ പോയി. അതെന്ത് പണി? പിന്നെ അവര് രാവിലെ ഡാൻസ് കളിച്ച സമയത്തെ ഏതാണ്ട് ഒരു ചില്ല കണ്ട് പൊട്ടിപ്പോയി. അത്രേ ഉള്ളൂ. എത്ര ചില്ല പൊട്ടി? ഒരു ചില്ലേ പൊട്ടിയുള്ളെങ്കിൽ അത് ഞാൻ മാറ്റിത്തരാം, പോരെ? ഓ വലിയ പോരെ. ആ മോനെ അല്ലേ, ആ തറ കിടക്കുന്ന ചില്ലില്ലേ അതൊക്കെ ഈ പൊട്ടിയതെല്ലാം തൂത്തുവാരി കളയണം. ഇല്ലെങ്കിലേ മഹിമോളെ കാല് മുറിയും. അത് കുഴപ്പമില്ല അങ്ങളെ. അല്ല അത് ഞാൻ വാരി കളഞ്ഞോളാം. ആ പിന്നെ നിക്ക് പറയട്ടെ, തൂത്തുവാരി കളഞ്ഞിട്ട് അങ്കിളിവിടെ ഇരിക്കാം. ഈ മൊബൈലിലുള്ള ആ സിനിമ എന്നെ ഒന്ന് കാണിക്കണേ. ഞാൻ കാണിച്ചു തരാം അങ്കിൾ. ഇപ്പോഴേ അതിന്റെ ടീസർ ഇറങ്ങിയതേ ഉള്ളൂ, ഫുൾ പടം വരാൻ പോകുന്നേ ഉള്ളൂ. അത് വരുമ്പോ ഞാൻ അങ്കിളിന് കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ടുള്ളത്? ആ ഫുള്ളായിട്ട്. ഞാൻ അകത്തോട്ടൊന്ന് ചെല്ലട്ടെ അങ്ങളെ, അല്ലെങ്കിൽ വന്ന കാര്യത്തിന്റെ ആ ചൂടങ്ങ് പോകും കേട്ടോ. എന്നാ ഒരു കാര്യം ചെയ്യും, ആ ചൂടോടെ അത് ആയിക്കോ. അങ്കിള് പോയിട്ട് പിന്നെ വരാം. ആ ശരി ശരി. പിന്നെ മറക്കരുത്. മറക്കത്തില്ല മറക്കത്തില്ല. ടാറ്റാ. മര്യാദക്ക് വാതിൽ തുറന്നോ? വാതിൽ തുറക്കടി. നീ രാവിലെ എടുത്ത വീഡിയോ എടുത്തിട്ട് എല്ലാവരും കാണിച്ചു കൊടുക്കും അല്ലേടി? ഇങ്ങോട്ട് ഇറങ്ങി വാടി. നീ നിനക്ക് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. നീ ഇറങ്ങി വാ. എടി ഇറങ്ങി വാടി. പിന്നെ ആരുടെ ചോദിച്ചത്? അപർണ? ഏതാ അപർണ? അപർണ ഇങ്ങോട്ട് ഇറങ്ങി വാടി. നിന്റെ അപർണ ആരെടുത്ത് ട്രോളാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, നിനക്ക് ഞാൻ ശരിയാക്കി തരാം. നീ ഇറങ്ങി വാ. നീ ട്രോളാക്കാൻ നിന്റെ സോറി. അയ്യോ നിന്റെ ഒരു സോറി എനിക്ക് വേണ്ട. നീ മറ്റേ ചില്ലടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞോണ്ടല്ലേ നീ അത് വീഡിയോ എടുത്തത്. നീ ഇവിടെ കഥവ് തുറന്നതിന് എന്റെ കഥവ് ഞാൻ തല്ലി പൊടിച്ചിട്ട് തലയെ പൊടിച്ചിട്ടും ഞാൻ ആ വീഡിയോ എടുത്ത് പറഞ്ഞാൽ കൂടി തുറക്കടി കൊടു. നിന്നെ ഒന്ന് ശരിയാക്കി തരാം. ഇറങ്ങിയോട് മര്യാദക്ക് ഇറങ്ങി വന്നോ. നമ്മളെ വാ, ഇവിടെ വന്നില്ലേ? നീ രാവിലെ എടുത്ത വീഡിയോ നീ നാട്ടുകാരെ മൊത്തം കാണിച്ചിട്ട് നീ എൻ്റെ ഇമേജ് തകർക്കുമല്ലേ? നിന്നോട് Hey!